അങ്ങനെ നോർത്തേൺ അയർലൻഡിൽ നിന്നും നമ്മൾ ഷിപ്പ് മാർഗത്തിൽ ആരംഭിച്ച ഒരു യാത്ര ഇപ്പോൾ അതിമനോഹരമായിട്ടുള്ള സ്കോട്ട്ലാൻഡ് എന്ന രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ്. എന്ത് ഭംഗിയാണ് ഈ ഒരു രാജ്യം കാണാൻ എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്കോട്ട്ലാൻഡ് എന്ന ഈ ഒരു രാജ്യം കാണുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രാജ്യമെന്നായിരുന്നു. പക്ഷെ അതിനുശേഷം നോർവേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നോർവേ ആണ് ഒന്നും കൂടി ഭംഗിയെന്ന്. പക്ഷെ സ്കോട്ട്ലൻഡിൽ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരം സ്കോട്ട്ലൻഡ് ആണ് എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ പ്രകൃതി ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിനോട് പ്രകൃതിയോട് യോജിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ, അതുപോലെ തന്നെ റോഡുകൾ, യാത്രാ സംവിധാനങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഹരിതാഭയും പച്ചപ്പും എന്ന സിനിമയിൽ പറഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന വയലുകളും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് പുൽമേടുകളും അതുപോലെ തന്നെ മലനിരകളും ഒക്കെ ഉണ്ട് ഈ ഒരു രാജ്യത്ത്. ഇപ്പൊ നമ്മൾ പോകുന്നത് സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്ലാസ്ഗോ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കാണ്. അത് പോകുന്ന വഴികളൊക്കെ നല്ല രസമുള്ള വഴികളാണ്. അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ ബസ്സിന്റെ മുൻസീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അനേക ഗ്രാമങ്ങളൊക്കെ കടന്നുകൊണ്ട് കടൽ തീരങ്ങൾ സംയോജിച്ച് കിടക്കുന്ന താഴ്വരകളും ഒക്കെ കടന്നുകൊണ്ടാണ് ഈ ബസ്സിലൂടെ ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ തന്നെ അതിപ്രമുഖമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് അധികം കുടിയേറ്റക്കാർ വളരെ കുറഞ്ഞ ഒരു രാജ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. പ്രകൃതി സമ്പത്ത് അതേപടി തന്നെ കീപ്പ് ചെയ്യുന്നതിൽ ഇവർ മിടുക്കന്മാരാണ്. അതുപോലെ തന്നെ സഞ്ചരിക്കാൻ നല്ല റോഡുകളും അതുപോലെ തന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകളും ഒക്കെ വളരെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് സ്കോട്ട്ലാൻഡ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര തന്നെ എത്ര മനോഹരമാണ്, വിവരിക്കാൻ പറ്റുന്നില്ല. സാംസ്കാരിക പൈതൃകങ്ങൾ അതേപടി ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് സ്കോട്ട്ലൻഡ്. നമ്മൾ ബാക്ക് പൈപ്പറിന്റെ ചിത്രങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടുകൊണ്ടിരുന്ന ഈ ബാക്ക് പൈപ്പറൊക്കെ ഈ ഒരു രാജ്യത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ സ്കോട്ടിഷ് വിസ്കി, അതേപോലെ തന്നെ വൈനുകൾ, ഇതിനൊക്കെ പ്രമുഖമായിട്ടുള്ള പേര് കേട്ട ഒരു സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. ഈ ഒരു യാത്രയിൽ തന്നെ ഞാൻ ഒരു വിസ്കി ബ്രൂവറി ഒക്കെ സന്ദർശിക്കാനുള്ളൊരു പരിപാടിയുണ്ട്. ഈ ഒരു ട്രിപ്പിൽ തന്നെ അതിനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. പ്രമുഖമായിട്ടുള്ള സ്കോട്ടിഷ് വിസ്കികളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നൊക്കെ കാണണം. ഇതൊക്കെയാണ് ഈ ഒരു യാത്രയുടെ പ്രധാന ഉദ്ദേശങ്ങൾ മനസ്സിലുള്ളത്. അതിപ്രസിദ്ധമായിട്ടുള്ള സിംഗിൾ മാൾട്ട് വിസ്കികളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു സിംഗിൾ മാൾട്ടൊക്കെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിലൂടെ അനുഭവിച്ചറിയാൻ പറ്റും. അങ്ങനെ കുറേ സമയത്തെ യാത്രയോട് ഒടുവിലായിട്ട് നമ്മൾ സിറ്റിയോട് അടുക്കുകയാണ്. ചുറ്റും മലനിരകളൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള സിറ്റികളിലേക്കൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, വലിയൊരു പോഷായിട്ടൊന്നല്ല ഇവർ ബിൽഡിങ്ങുകളൊന്നും നിർമ്മിച്ചിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ തനതായിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതി വളരെ മനോഹരമായിട്ട് തന്നെ ഒരേ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള അത്ഭുതം. പിന്നെ ഈ സിറ്റികൾക്കൊക്കെ നടുവിലൂടെ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള കനാലുകൾ പോകുന്നത് നമുക്ക് കാണാം.
നഗരത്തിന്റെ ഏത് ഭാഗങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലായിക്കോട്ടെ എവിടെ നമ്മൾ ക്യാമറ വെച്ച് കഴിഞ്ഞാലും അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള ക്യാൻവാസിൽ തീർത്ത ചിത്രങ്ങൾ പോലെയാണ് ഈ ഒരു രാജ്യം എന്ന് പറയുന്നത്. അതിമനോഹരം അല്ലാതൊന്നും പറയാനില്ല. അങ്ങനെ വളരെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗ്ലാസ്ഗോ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പേര് തന്നെ എന്ത് രസമാണെന്ന് നോക്കുക, ഗ്ലാസ്ഗോ. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ആ ഒരു സിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടെ കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള അനേകം കാഴ്ചകളിലേക്കാണ് ഇനി പോകേണ്ടതുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്കോട്ട്ലാൻഡിലെ ഒരു വലിയ സിറ്റിയിലാണ്. ഈ സിറ്റിയുടെ കാഴ്ചയിലേക്കാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത്. അപ്പം ഇന്ന് ഗ്ലാസ്ഗോവിൽ നമ്മൾ സ്റ്റേ ചെയ്യും. നാളെയാണ് അടുത്ത ബർമിംഗ്ഹാമിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ സിറ്റിയുടെ കാഴ്ചകളാണ്. അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നൊരു സിറ്റിയാണ് ഗ്ലാസ്ഗോ. നമ്മൾ യു കെയുടെ മറ്റ് ഭാഗങ്ങളിൽ കണ്ട പോലെയുള്ള കൺസ്ട്രക്ഷൻ രീതിയൊന്നുമല്ല ഇവിടെ കാണാൻ പറ്റിയത്. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സിറ്റി. വലിയ ബഹളങ്ങളോ തിരക്കുകളൊന്നുമില്ല. പക്ഷേ സ്കോട്ട്ലാൻഡിലെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ഗ്ലാസ്ഗോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. വലിയ കല്ലുകളാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്, കെട്ടിടങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കുക, സെൻറ്റ് മംഗോയുടെ മ്യൂസിയത്തിലേക്കാണ് ആദ്യമായിട്ട് എത്തിയത്. വലിയൊരു ബിൽഡിങ് തന്നെയാണ്. സിറ്റിയിലൊന്നും വലിയൊരു തിരക്കൊന്നുമില്ല. കുറേ വാഹനങ്ങൾ ഓടുന്നുണ്ട് എന്നല്ലാതെ ആളുകളൊന്നും അധികം പുറത്തിരിക്കുന്നില്ല. പിന്നെ തണുപ്പും അധികം നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സെൻറ്റ് മംഗോയുടെ ചർച്ചാണ് ഈ കാണുന്നത്. എന്തൊക്കെയോ മിനാർ, അതിൻ്റെ മുകളിലൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ലുക്കിലായിരിക്കും ബിൽഡിങ്ങൊക്കെ ഉണ്ടാവുക. ഒക്കെ പഴയ കാലഘട്ടത്തിലുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ്. വിക്ടോറിയ രാജ്ഞിയുടെ ഒരു പ്രതിമയാണ് അതിന് മുകളിലായിട്ടുള്ളത്. പഴയ ചർച്ച് ഇപ്പോഴും തലയെടുപ്പോട് കൂടി നിൽക്കുന്നുണ്ട്. പള്ളിയുടെ ചുറ്റും ഒരു ഉദ്യാനമൊക്കെ ഉണ്ട്. സെമിട്രി ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട്. വലിയൊരു സെമിട്രിയാണ് ആ കാണുന്നത്. പ്രത്യേക ഒരു ക്ലൈമറ്റും നല്ല രസകരമായിട്ടുള്ള ഏരിയയാണ്. ചേർച്ചിൻ്റെ മറ്റൊരു ഭാഗമാണ്, മറ്റൊരു സൈഡാണ്. ഈ ഭാഗത്തേക്കും അതിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. വലിയൊരു ചേർച്ച് തന്നെയാണ്. ഈ ബിൽഡിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളെന്ന് പറഞ്ഞാൽ സാൻഡ് സ്റ്റോൺ ആണ്. അതുകൊണ്ടാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറ് ഇങ്ങനൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്കൊക്കെ മാറി വന്നിരിക്കുന്നത്.
സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് കാലത്തിൻ്റെ പഴക്കമനുസരിച്ചിട്ട് കളറ് മാറി വരും. ഒന്ന് റീപെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമല്ല, കാരണം അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് ഇതേ രീതിയിൽ തന്നെ പഴമയെ അതേ രീതിയിൽ തന്നെ ഇവിടെ വിട്ടത്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണികഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളൊക്കെയാണ് ഈ ഒരു സിറ്റിയുടെയും മുഖമുദ്ര എന്ന് പറയുന്നത്. അതൊക്കെ അതേപടി ഇപ്പോഴും നിലനിർത്തി പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് യൂറോപ്യൻ നഗരങ്ങളെ പോലെ തന്നെ UK സ്കോട്ട്ലൻഡിൻ്റെയും പ്രത്യേകത. 14-ാം നൂറ്റാണ്ടിലുള്ള നിർമ്മിച്ച ഒരു ബിൽഡിംഗാണിത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഹെർബൽ ഗാർഡനും കൂടിയുണ്ട്. ഹെർബൽ ഗാർഡൻ എല്ലാ സ്ഥലത്തും കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്ലാസ്ഗോ സിറ്റിയുടെ പ്രധാന കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോവിൻ്റെ മുന്നിലാണ്. അതിഗംഭീരമായിട്ടുള്ളൊരു കെട്ടിടം തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോ. ഈ ഒരു കൺസ്ട്രക്ഷനൊക്കെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോഴും ഈ ഒരു കൺസ്ട്രക്ഷൻ രീതിയിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അതിൻ്റെയൊക്കെ ഏറ്റവും മാക്സിമത്തിലാണ് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. രസമുള്ള കെട്ടിടം. യൂണിവേഴ്സിറ്റി മ്യൂസിയവും ഇതിനോടൊപ്പം ഉണ്ട്. ഇതൊരു യൂണിവേഴ്സിറ്റി കെട്ടിടം എന്നതിലുപരിയായിട്ട് സഞ്ചാരികൾക്കായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും ഈ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് പൂർണ്ണമായിട്ടും കണ്ടു തീർക്കാനാവില്ല. അത്രയ്ക്കും ഏരിയകളുണ്ട്. പല തട്ടുകളായിട്ട് ഓരോരോ നിലകളിലും പൂന്തോട്ടങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നല്ല ചത്തരവും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് രീതി തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ളത്. നടന്ന് നമ്മൾ ഏകദേശം ഒരു വഴിയാവും. അത്രയ്ക്കും കാണാനുണ്ട്. പല ഭാഗങ്ങളിലും എൻട്രൻസുകളുണ്ട്. 4 ഭാഗത്തും എൻട്രൻസുകളുണ്ട്. പഴയ വാസ്തുവിദ്യയുടെ ഒരു മനോഹരമായിട്ടുള്ള രൂപം എന്നേ പറയാനുള്ളൂ. ഇനി നമ്മളിതിൻ്റെ ഒരു 1-ാം നിലയിലേക്ക് നമ്മൾ നടന്ന് കയറുകയാണ്.
നമ്മൾ 1-ാം നിലയിൽ എത്തിയാലും 2-ാം നിലയിൽ എത്തിയാലും ഒന്നും നമുക്ക് തോന്നില്ല നമ്മളൊരു അപ്സ്റ്റെയറിലാണ് ഉള്ളതെന്ന് തോന്നില്ല. അത്രയ്ക്കും വിശാലമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റി കെട്ടിടം. ഈ യൂണിവേഴ്സിറ്റി കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയുള്ളൊരു പുൽത്തകിടിയും ഒരു നടുമുറ്റവും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു ഗേറ്റും ഒക്കെയാണ് കാണുന്നത്. വലിയൊരു എൻട്രൻസ് ഭാഗം, ഗേറ്റല്ല. എന്ത് രസമാണെന്നറിയാം ഇവിടെ നിൽക്കാൻ. വലിയ റൂമുകളൊക്കെ ഉണ്ട് ബിൽഡിങ്ങിനകത്ത്. കൺസർട്ട് ഹാളാണ് ഈ ഒരു ഭാഗം. എന്താണ് നിർമ്മാണ രീതികളൊക്കെ നോക്കുക, എന്ത് ഭംഗിയാണെന്ന്. വലിയ പില്ലറുകളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ നടന്നിറങ്ങുന്നത് വലിയൊരു നടുമുറ്റത്തേക്കാണ്. അവിടെ ഒരു ശില്പം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു മോഡേൺ ആണ് സംഭവം. എക്സിറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു എൻട്രി ഭാഗമാണ്. വലിയ ടവറൊക്കെ ഉള്ള സൈഡ് ആണ് കൃത്യം ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. എന്താ കാണാനുള്ള ഭംഗി. അങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് എടുക്കാൻ പറ്റി. ഹൈറ്റാണ് ഇതിൻ്റെ സുഖങ്ങൾക്കൊക്കെ നോക്കുക. ഭയങ്കര രസമായുള്ള മറ്റൊരു സ്ഥലം. ഇവിടെയും നല്ല മിറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൗഢമായിട്ടുള്ള ഒരു നിർമ്മാണ രീതി തന്നെയാണ്. ാണ് ഇത് സ്ഥാപിച്ചത്. ഈ ഗേറ്റിൻ്റെ ഒരു പ്രായം അത്രയുണ്ട്. ഗ്ലാസ്ഗോവിലെ ഇന്നത്തെ സ്റ്റേ ഈ ഹോട്ടലിലാണ്. ഗ്ലിൻ ഹിൽ ഹോട്ടൽ ആൻഡ് സ്പാ, അതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. വളരെ വലിയൊരു ഹോട്ടൽ തന്നെയാണ്.
പുറത്തൊക്കെ നല്ല ആഡംബരമായിട്ട് തന്നെ ആളുകൾ താമസിക്കുന്ന വീടുകൾ കാണാം. ഇൻഡിപെൻഡൻറ്റ് വില്ലകളാണ്.